ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ പ്രത്യാക്രമണം നേരിടുമെന്ന് ഉക്രൈന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സമാധാന ധാരണ അംഗീകരിച്ചില്ല എങ്കിൽ ഉക്രൈനെ റഷ്യ പൂർണ്ണമായി തകർക്കുമെന്നും സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപ് സൂചന നൽകി. കിഴക്കൻ ഡോൺബാസ് മേഖല റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തായാലും ട്രംപിന്റേത് ഒരു മധ്യസ്ഥ നീക്കമല്ല, റഷ്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉക്രൈനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ചയിലേ കാണുന്നത്. ഐസൻ. അശ്വതി, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യയോടൊപ്പം എന്നതിനപ്പുറം റഷ്യയുടെ ചില നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടുകളെ അംഗീകരിക്കണമെന്ന ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് യുക്രൈനോടുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഈസ്റ്റേൺ ഡോൺബാസിൻ്റെ വിഷയങ്ങൾ. ഈസ്റ്റേൺ ഡോൺബാസിൻ്റെ പല മേഖലകളും ഇപ്പോൾ യുക്രൈൻ്റെ നിയന്ത്രണത്തിലാണ്. യുക്രൈൻ്റെ ഈ നിയന്ത്രണത്തിലുള്ള പല മേഖലകളിലും ഇത്തരത്തിലുള്ള റഷ്യൻ ഒറിജിനുള്ള അല്ലെങ്കിൽ റഷ്യയിലെ തന്നെ പരമ്പരാഗതമായി ജീവിക്കുന്ന ആ വംശങ്ങളുള്ള ഒരു വിഭാഗമാണ്. സ്വാഭാവികമായും അവിടെ റഷ്യൻ വിധേയത്വമാണ് അവർക്കുള്ളത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, യുക്രൈൻ സംഘർഷം ആരംഭിക്കുന്നത് തന്നെ ഈ നാറ്റോ അംഗത്വത്തിന് വേണ്ടി യുക്രൈൻ ശ്രമിക്കുമ്പോൾ ഈ ടെറിട്ടറികളുടെ അധികാരം എന്ത് ചെയ്യും, അവിടെ ഏത് രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ യുദ്ധം തന്നെ ആരംഭിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ ഈ മറുപടി ഉണ്ടായിരിക്കുന്നത്. സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ആ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുൻപാണ് വ്ളാഡിമിർ പുടിനുമായി 2.5 മണിക്കൂർ നേരം അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചത്. ഈ ഫോണിൽ സംസാരിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചത്. അതായത് കിഴക്കൻ ഡോൺബാസിൻ്റെ ഭാഗങ്ങൾ വിട്ടുകൊടുക്കുകയും സമാധാനപരമായ യുദ്ധം പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ അതിശക്തമായ ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒരു പക്ഷേ പൂർണ്ണമായും യുക്രൈൻ്റെ നിലപാടുകളെ തകർത്തെറിയുന്നൊരു നീക്കമുണ്ടാകുമെന്നാണ്. മറ്റൊരു പ്രധാന ഘടകം കൂടി എടുത്തു പറയേണ്ടത്, ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വന്നത് ടൊമാഹോക്ക് മിസൈലിൻ്റെ, അതായത് അമേരിക്ക നിർമ്മിക്കുന്ന ടൊമാഹോക്ക് മിസൈലിൻ്റെ ഒരു വിഷയമായിരുന്നു. ആ മിസൈലുകൾ നൽകുമെന്ന വാർത്തകളാണ് വന്നിരുന്നതെങ്കിൽ അത് ചർച്ചകളിൽ അത് നൽകേണ്ടതില്ല എന്ന നിലപാട്, യുക്രൈൻ അത് നൽകുന്നതില്ല എന്ന നിലപാടെടുത്തിരുന്നു. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായുള്ള ടെലിഫോണിൽ ചർച്ചകൾ നടന്നിരുന്നു. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹവുമായുള്ള ചർച്ച, അതായത് പുടിനുമായുള്ള ചർച്ച ഹംഗറിയിൽ നടക്കാനിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രത്യേക പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന കർശന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു നാറ്റോ അംഗരാജ്യമല്ല എന്നതുകൊണ്ട് തന്നെ റഷ്യയുടെ നിലപാടിനെ ഒപ്പം നിൽക്കാനുള്ളൊരു സാധ്യതയാണ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ ഒരു നാറ്റോ അംഗരാജ്യമാണെങ്കിൽ തീർത്തും മറ്റൊരു തീരുമാനത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാവും. എന്ത് തന്നെയായാലും കടുത്ത നടപടികളിലേക്ക് നീങ്ങിയായാലും വേണ്ടില്ല, ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും. അതായത് വർഷങ്ങളോളം 4 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധം അവസാനിപ്പിച്ചേ വിട്ടുവീഴ്ചയുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ട്രംപ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും റഷ്യൻ പ്രസിഡന്റ് അക്കാര്യത്തിൽ കൃത്യമായൊരു ധാരണ അമേരിക്കയുമായി എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വാണിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.